ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ അമൃത. നമ്മുടെ ചുറ്റിലും പലരിലും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഏമ്പക്കം അഥവാ ബർപ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മെഡിക്കൽ ടേമിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ബെൽച്ചിങ് എന്ന് പറയും, അതുപോലെ ഇറക്റ്റേഷൻസ് എന്നൊക്കെ പറയും. ഇതിങ്ങനെ പ്രായം നോക്കിയിട്ടൊന്നുമല്ല, പ്രായം കൂടിയിട്ടുള്ള ആൾക്കാർക്കും വരും, അതുപോലെ തന്നെ പ്രായം കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ഇത് കാണാറുണ്ട്. ചില ആൾക്കാർക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടാവുക. എന്നാൽ ഇതൊരു 2-3 വീക്സിന് കൂടുതലായിട്ട്, അതായത് ഒരു 2-3 വീക്സ് വരെയൊക്കെയാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. പിന്നെ അത് നോർമലായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് 2 to 3 വീക്സ് കഴിഞ്ഞിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് നീണ്ടു പോകുകയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. പിന്നെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബർപ്പ് എന്ന് പറയുന്നൊരു സംഭവത്തിന് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന ഗ്യാസിനെ പുറന്തള്ളുന്നതാണ് ഈ ഒരു ബർപ്പായിട്ട്. അപ്പോൾ ഇത് വരാനുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. പല റീസണുകൾ കൊണ്ടും ഈ ഒരു ഏമ്പക്കം എന്ന് പറയുന്ന സംഭവം നമുക്ക് വരാൻ പറ്റും. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ കേരളത്തിൽ പല ആൾക്കാരും, വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് വളരെയധികം സംസാരമൊന്നുമില്ലാതെ ഭക്ഷണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ച് പോകുന്നവർ. അതുപോലെ തന്നെ പെട്ടെന്ന് കഴിക്കുന്നവരായിരിക്കും ഇപ്പം. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ അമിതമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം ഭയങ്കരമായിട്ട് കഴിക്കുക, വയറ് നിറയെ കഴിക്കുന്നവർ, അതുപോലെ ചിട്ടയായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലല്ല അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിലൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം ഫാസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ കുറേ എയറും നമ്മൾ അകത്തേക്ക് കടന്നു പോകുന്നുണ്ട്, എയറോഫേജിയ. അപ്പോൾ ഈ എയർ കടന്നു ചെല്ലുമ്പോൾ ഈ ഒരു ബർപ്പ് അഥവാ ഈ ഒരു ഏമ്പക്കം എന്ന് പറയുന്നൊരു സംഭവം കൂടുതലായിട്ട് നമുക്ക് വരും. പിന്നെ മറ്റൊരു കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയഫ്രത്തിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഇറിറ്റേഷൻ കാരണം നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വയറിനകത്ത്, അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഗ്യാസ് ഒരുപാടായിട്ട് വരും. നമുക്ക് എന്തെങ്കിലും നോർമലി ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു ബർപ്പ് എന്നുള്ള രീതിയിൽ ഇത് വരാറുണ്ട്. ഇതിൽ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈസോഫേഗസ് നിന്ന് സ്റ്റൊമക്കിലേക്ക് പോവുക ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ആ അന്നനാളത്തിൽ നിന്ന് നേരെ സ്റ്റൊമക്ക്, അതായത് വയറിലേക്ക് പോവുകയാണ് വേണ്ടത്. പക്ഷേ ഇത് നേരെ തിരിച്ച് വയറിൽ നിന്ന് ഈസോഫേഗസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഫുഡ് പോവുക. അപ്പോൾ വയറിനകത്തുള്ള ആസിഡും ഈ ഫുഡിൽ കലർന്നുകൊണ്ട് മേലേക്ക് പോകും. അപ്പോൾ ഇത് മേലേക്ക് ഈസോഫേഗസിലേക്ക് വരുമ്പോൾ, അതായത് ഫുഡ് പൈപ്പ് നമ്മുടെ അന്നനാളത്തിലേക്ക് വരുമ്പോൾ അത് അവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അവിടെ ഒരു ചെറിയൊരു ഇൻഫ്ലമേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ഒരു GERD എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നയിക്കും. അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ഫുഡ് പൈപ്പിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായി, അതൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ടായി, അവിടെ ഏമ്പക്കം അങ്ങനത്തെ ആൾക്കാരിലും ഇത് വരാറുണ്ട്. ഇങ്ങനത്തെ ഇതേപോലത്തെ കണ്ടീഷൻ നമുക്ക് പല കേസുകളിലും ഉണ്ടാവും. അപ്പം എസ്പെഷ്യലി നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. നോർമലി നമ്മുടെ ഫുഡ് പൈപ്പ്, അതായത് ഈസോഫേഗസും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കും തമ്മിൽ അതിൻ്റെ ഇടയിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ നോർമലി ഇത്തിരി ഒന്ന് ടൈറ്റ് ആയിട്ടിരിക്കണം. അതായത് ഭക്ഷണം ചെല്ലുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ടൈറ്റ് ആവുകയും ആ ഭക്ഷണം കടന്നു പോകുന്നതിന് മാത്രമുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയായിരിക്കും നോർമലി ഉണ്ടാവുക. പക്ഷേ എന്തെങ്കിലും രീതിയിൽ അവിടുത്തെ ആ ഒരു ഗ്യാപ്പ് അത്രയും തന്നെ ടൈറ്റായിട്ടല്ല നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുഡ് അകത്തേക്ക് വയറിൽ നിന്ന് മേലേക്ക് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഈ ഒരു സംഭവത്തിൽ നടക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബർപ്പ് അഥവാ ഈ ഏമ്പക്കം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൂട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ സംസാരിച്ചുകൊണ്ട് കഴിക്കുന്ന ഒരു ശീലം നമ്മളിലുണ്ട്. അപ്പോൾ അത് കുറയ്ക്കുക മാക്സിമം. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതെ സ്ലോ ആയിട്ട് കഴിച്ചാൽ മതി. എല്ലാവർക്കും ഫാസ്റ്റിൽ കഴിക്കാനുള്ളൊരു ശീലമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ മെല്ലെ കഴിക്കുക, സ്ലോ ആയിട്ട് കഴിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. വായ ഒരുപാട് ഓപ്പൺ ചെയ്ത് സംസാരിക്കുന്നതും അങ്ങനത്തതൊക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇൻടേക്കൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും കുറയ്ക്കുക. പിന്നെ ഉള്ള കാര്യമാണ് നമ്മളുടെ സോഡ, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സില്ലേ, നമ്മളെ കോളാസൊക്കെ ഇല്ലേ, സോഡ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറയ്ക്കുക. ബിയർ കുടിക്കുന്ന ആൾക്കാർ, ശീലമുള്ളവർ, അതൊക്കെ കുറയ്ക്കുക. കാരണം അതെന്താ വെച്ചാൽ ഇതിലൊക്കെയും ഗ്യാസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വീണ്ടും ഒരു നമുക്കിങ്ങനെ ഏമ്പക്കമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു ഏമ്പക്കം എന്ന് പറയുന്നത് നമ്മൾ GERD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു GERD
കേസിലും വരുന്നതായിട്ടുള്ളൊരു സിംറ്റം തന്നെയാണ് ഈ ഒരു ഏമ്പക്കം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക, ഒരുപാട് നേരം ഫാസ്റ്റിംഗ് ആയിട്ട് നിൽക്കരുത്, ഭക്ഷണം കഴിക്കാതെ നിൽക്കരുത്, കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിച്ചുകൊണ്ട് വരിക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരുണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോയി കിടക്കുന്നൊരു ശീലമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒരുപാട് സ്ട്രെയിൻ എടുക്കാനല്ല പറയുന്നത്, എന്നാൽ അപ്പം തന്നെ വന്ന് കിടക്കരുത്, അങ്ങനെ ചെയ്യുക. അതുപോലെ രാത്രിയിലൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് കിടന്നുറങ്ങുന്ന രീതിയിലേക്ക് ആവരുത്. ഭക്ഷണം കഴിച്ച് ഒരു മിനിമം ഒരു 2-3 hours അല്ലെങ്കിൽ 1-2 hours എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില ആൾക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, ഈ ഒരു ഏമ്പക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. ചില ആൾക്കാർ ഇത് ഏമ്പക്കം ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിട്ട് കംപ്ലയിൻറ്റ്സ് പറഞ്ഞ് വരാറുള്ളവരുണ്ട്. ഭയങ്കര ലൗഡായിട്ട് ഏമ്പക്കം ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്തൊരു കാര്യമാണെങ്കിലും ഇങ്ങനത്തെ ഈ ഒരു ബുദ്ധിമുട്ടിന് നമ്മൾ ഹോമിയോപ്പതിയിൽ നല്ല രീതിയിലുള്ള ചികിത്സ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. തൊട്ടടുത്ത് ഏതെങ്കിലും ഹോമിയോ ഡോക്ടർ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കാണിക്കാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മാത്രം വരുന്നൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്ന് കുറയ്ക്കുക. അതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.